നഥാൻ, മകനെ, നീ ആരെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ കാണാൻ വരാത്തത്? ഈ കല്ലറയിൽ നിന്റെ വരവും കാത്ത് ഞങ്ങളുണ്ട് നഥാൻ. പപ്പാ! നഥാൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. നഥാന്റെ ശബ്ദം കേട്ട് കാതറിൻ എഴുന്നേറ്റു. എന്താ? അവൾ കൈകൊണ്ട് ചോദിച്ചു. ഞാൻ എൻ്റെ പപ്പയെ സ്വപ്നം കണ്ടു കാതറിൻ. എനിക്ക് പോകണം. പപ്പയുടെയും മമ്മിയുടെയും കല്ലറയിൽ പോയി എനിക്ക് പറയണം ഞാൻ വന്നെന്ന്. അവരെന്നെ കാണാൻ ആഗ്രഹിക്കുന്നു കാതറിൻ. എനിക്ക് പോകണം. അവൾ അവനെ ബെഡിൽ കിടത്തി. എനിക്ക് പോകണം കാതറിൻ. ഉറങ്ങ്. അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവന്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. പതിയെ നഥാൻ ഉറങ്ങി. നഥാൻ ഇസ്രായേൽ പോയാൽ? കാതറിൻ നഥാനെ നോക്കി. ഇനിയുള്ള നഥാന്റെ സംശയങ്ങൾക്കുള്ള മറുപടി ഇസ്രായേലാകും. കാതറിൻ നഥാന്റെ അടുത്ത് കിടന്നു. ലക്കി! ഗാർഡനിലിരുന്ന് ചായ കുടിക്കുകയായിരുന്ന ലക്കിയുടെ അടുത്തേക്ക് നഥാൻ വന്നു. എന്താടാ? എടാ, എനിക്ക് ഇസ്രായേൽ പോകണം, നഥാൻ പറഞ്ഞു. പെട്ടെന്നങ്ങനെ തോന്നാൻ? ഞാനിന്നലെ പപ്പയെ സ്വപ്നം കണ്ടു. രൂപം ഓർമ്മയില്ലെങ്കിലും അതെന്റെ പപ്പ തന്നെയാ. സത്യങ്ങൾ അറിഞ്ഞിട്ടും ഞാൻ കാണാൻ വരാത്തത് എന്തേ എന്ന് ചോദിച്ചു. അതൊരു സ്വപ്നമല്ലേ നഥാ? അല്ല, എനിക്ക് പോകണം. അങ്ങോട്ട് പോകാൻ എൻ്റെ മനസ്സ് പറയുന്നു. നീ പോവാണെങ്കിൽ കാതറിൻ, അവളെ കൊണ്ടുപോകണ്ടേ? വേണ്ട. വേണ്ടെന്നോ? ലക്കി നഥാനെ നോക്കി. ഇസ്രായേൽ എനിക്ക് ജന്മനാട് മാത്രമല്ല, എന്നെ കാത്തിരിക്കുന്ന ഇരുണ്ട ഭൂമി കൂടിയാണ്. ഞാൻ ഏതനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവരെന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. കാതറിനുണ്ടെങ്കിൽ അവളുടെ ജീവൻ കൂടി അപകടത്തിലാകും. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ. നീയുണ്ടല്ലോ ഇവിടെ, നിന്റെ അടുത്ത് അവൾ സേഫ് ആയിരിക്കും. പക്ഷേ അവൾ സമ്മതിക്കുമോ നീയില്ലാതെ നിൽക്കാൻ? സമ്മതിപ്പിക്കണം. ഞാൻ വരുന്നവരെ നീ ഇവിടെ ഉണ്ടാകണം, അവളെ നോക്കണം. അപ്പോൾ നീ ഉറപ്പിച്ചോ പോകാൻ? ആർട്സ് കഴിഞ്ഞാൽ ഞാൻ പോകും. നീ നോക്കില്ലേ അവളെ? നഥാ, എൻ്റെ ലച്ചുവിൻ്റെ പ്രായമേ ഉള്ളൂ കാതറിന്. ഞാൻ നോക്കാതെ? പക്ഷെ നീ എങ്ങനെ പോകുമെന്നാ? നീ ഏത്തനാണെന്ന് അവരറിയരുത്. നീ എന്തു പറഞ്ഞ് ഇവിടെ നിന്ന് മാറി നിൽക്കും? ആലോചിച്ചാൽ ഒരുപാടുണ്ട് നഥാ. അറിയാം. ആദ്യം അക്കുവിനെ വിളിക്കണം, പിന്നെ ആ അഡ്വക്കേറ്റിനെയും. ഇവിടെ എന്ത് പറയണമെന്ന് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന കാര്യം തീരുമാനിച്ചത് തൽക്കാലം ആൽവിനും കാതറിനും അറിയണ്ട. ഒക്കെ ശരിയായിട്ട് പറഞ്ഞാൽ മതി. എങ്കിലേ കാതറിൻ സമ്മതിക്കൂ. എന്തായാലും ആർട്സ് നടക്കട്ടെ. ജോബിൻ പറഞ്ഞതനുസരിച്ച് എലീന എന്തെങ്കിലും ചെയ്യും ആർട്സ് മാറ്റാൻ, ലക്കി പറഞ്ഞു. നോക്കാം അവളുടെ പ്ലാൻ എന്താണെന്ന്. അല്ല, ആൽവിൻ എഴുന്നേറ്റില്ലേ? ഇല്ല. ഇന്നലെ കാതറിൻ എന്നോട് ആൽവിനെക്കുറിച്ച് സംസാരിച്ചു. അവന് എലീനയോടുള്ള അടുപ്പം അത്ര നല്ലതല്ല എന്ന്. എലീന എസ്തറിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതെയാണെങ്കിലോ ആരാധിക്കുന്നത്? മേ ബി അവൾക്ക് ഈ സാത്താനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലോ? എൻ്റെ സംശയമാണ്. എസ്തേർ തന്നെ ഒരു സാത്താനല്ലേ? സാത്താൻ്റെ പ്രിയപുത്രി. അപ്പോൾ എലീനയ്ക്ക് അറിയാതിരിക്കുമോ? സാത്താനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അവൾ എങ്ങനെ സാത്താൻ സേവയ്ക്ക് വഴിയൊരുക്കും? നീ എന്താ ആൽവിനെ പോലെ സംസാരിക്കുന്നത്? യെസ്, ശരിയാ, ഞാനത് ഓർത്തില്ല. അപ്പോൾ നഥാ, അവരെന്തെങ്കിലും ബലി കൊടുക്കില്ലേ? ഇത്തവണ പ്രാർത്ഥന നടക്കരുത് ലക്കി. എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അങ്ങടെ കലക്കി കൊടുക്കണം അവന്മാരുടെ കോപ്പിലെ സാത്താൻ സേവ, നഥാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മണ്ണിൽ ഒരുത്തനും സാത്താൻ ഉണ്ടാക്കി കൊടുക്കണ്ട. ഇതെൻ്റെ സ്ഥലമാ. നഥാൻ ഡാനിയൽ ഏത്തൻ്റെ മണ്ണ്. ഇവിടെ ഞാൻ പറയുന്നതാ നിയമം. നഥാൻ അവിടുന്ന് ബംഗ്ലാവിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സർ. എലീന ക്യാബിനിലേക്ക് വന്നു. ഗുഡ് മോർണിംഗ് മാഡം എലീന. നഥാൻ തൻ്റെ വാച്ചിലേക്ക് നോക്കി. ഒരു പ്രിൻസിപ്പൽ കോളേജിലേക്ക് വരുന്ന ടൈമാണോ ഇത്? സോറി സർ, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാൽ ഇന്ന് അല്പം വൈകിപ്പോയി. നഥാൻ അവളെ നോക്കി മൂളി. എലീന, ഈ കോളേജിലെ ഫുൾ സ്റ്റാഫിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം. എലീനയുടെ തടക്കം. എന്തിനാ സർ? എന്തിനാ എന്ന് പറഞ്ഞാലേ തരൂ. ഞാൻ ഈ കോളേജിലെ ഓണറാണ്. അത് എലീന മറന്നോ? നോ സർ, തരാം. എലീന ടേബിൾ മേലെ ഇരുന്ന ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. എലീനയുടെ മുഖത്തെ ദേഷ്യം നഥാൻ ശ്രദ്ധിച്ചു. ഇപ്പം തരാം സർ, അവൾ പറഞ്ഞു. അതുമാത്രമല്ല, ആർട്സ് അല്ലേ, കോളേജിൻ്റെ ചുറ്റുപാട് വൃത്തിയാക്കണം. ഒപ്പം ആ പള്ളിയും. സർ, പള്ളി എന്തിനാ? അവിടം കാട് പിടിച്ച് കിടക്കുമല്ലേ, എല്ലായിടത്തും വൃത്തിയാക്കണം. നഥാൻ പറഞ്ഞതിന് എലീന മറുപടി കൊടുത്തില്ല. എലീനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ സർ. കുട്ടികളോട് പറഞ്ഞാൽ മതി. NSSും NCCയും ഒക്കെ ഉണ്ടല്ലോ. ജോബിനല്ലേ ചെയർമാൻ, അവനോട് ഞാൻ പറഞ്ഞോളാം. ഓക്കെ സർ, എലീന മുഖത്ത് തെളിച്ചമില്ലാതെ പറഞ്ഞു.
അപ്പോഴേക്കും ഒരാൾ കുറച്ച് ഫയലുമായി വന്ന് എലീനയ്ക്ക് കൊടുത്തു. ആ ഫയൽ എലീന നഥാന് മുന്നിൽ വെച്ചു. സർ പറഞ്ഞ സ്റ്റാഫിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ്. നഥാൻ എഴുന്നേറ്റ് നിന്ന് അവയെടുത്തു. എന്നാൽ ഞാനിത് കൊണ്ടുപോവുക. അവൻ അവിടെ നിന്ന് പോയി. ഇത് നല്ലതിനല്ല നഥാൻ. നിന്റെ ജീവൻ വെച്ച് കളിക്കാൻ നിൽക്കരുത് നീ. എലീന നഥാൻ പോയ വഴിയെ നോക്കി പറഞ്ഞു. എവിടെ പോയതാ? നഥാനെ കണ്ടപ്പോൾ കാതറിൻ ചോദിച്ചു. കോളേജിലേക്ക്. എലീനയെ കാണാൻ. എന്തിന്? അവൾ ആംഗ്യം കാണിച്ചു. കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ പോയതാ, കോളേജിലെ സ്റ്റാഫ്സിനെ കുറിച്ച്. കിട്ടിയോ? ലക്കി അവിടേക്ക് വന്നു. തരാതിരിക്കാൻ അവൾ കുറേ ശ്രമിച്ചു, പിന്നെ വേറെ വഴിയില്ലാതെ എടുത്തു തന്നു. അവൻ ഫയൽ ലക്കിക്ക് നേരെ നീട്ടി. ഈ ഡീറ്റെയിൽസ് എന്തിനാ? ഇതിൽ സാത്താൻ്റെ സന്തതികൾ ആരൊക്കെയെന്ന് കണ്ടെത്തണം. എന്നിട്ടൊരു കാര്യമുണ്ട്. നീ ആ ജോബിനെ കൂടെ കൂട്ടിക്കോ. ഇവരുടെ ഇത്തവണത്തെ പ്രാർത്ഥന എനിക്ക് പൂട്ടി കയ്യിൽ കൊടുക്കണം. പിന്നെ നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. കോളേജിൻ്റെയും പള്ളിയുടെയും ചുറ്റുപാടും പള്ളിയും നമുക്ക് വൃത്തിയാക്കണം, കോളേജിലെ പിള്ളേരെയും കൂട്ടി. അതെന്തിനാ? ആദ്യം ഇവിടെ ഇത്തിരി വെളിച്ചം വീഴണം. ആ പള്ളി നമുക്കൊന്ന് പെയിന്റ് ചെയ്യണം. അവിടെ ഇനി സാത്താൻ സേവയല്ല നടക്കേണ്ടത്, സാധാരണ പ്രാർത്ഥനയാണ്. ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരണം. നീ തീരുമാനിച്ചിറങ്ങിയോ നഥ? ലക്കി അവനെ നോക്കി. യെസ്. ഇതൊന്നും ചെയ്യാൻ എനിക്ക് വേറെ ആരുടെയും അനുവാദം വേണ്ട. ഇതെന്റെ മണ്ണല്ലേ. നഥാൻ റൂമിലേക്ക് പോയപ്പോൾ കാതറിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. അപ്പോൾ ഇനി സേവനവാരം അല്ലേ കാതറിൻ? ലക്കി കൈ നീട്ടിയപ്പോൾ കാതറിൻ കൈയിലേക്ക് അടിച്ചു. ഞാൻ പോയി ആ ജോബിനെ കാണട്ടെ. അവൾ മൂളി. ഹായ് എലീന. ആൽവിൻ കോളേജിന് പുറത്ത് ഗാർഡനിൽ നടക്കുകയായിരുന്ന എലീനയുടെ അടുത്ത് ചെന്നു. ഹലോ ആൽവിൻ. എന്തോ കാര്യമായി ആലോചിക്കുകയാണെന്ന് തോന്നുന്നു. ആർട്സ് തടയാനുള്ള ഒരു പദ്ധതി കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം അത് ഏൽക്കുമെന്നറിയില്ല. എന്താ പ്ലാൻ? പ്ലാൻ ജോബിനാണ്. കുറേയായി അവൻ എനിക്കെതിരെ നിൽക്കുന്നു. ഈ ആർട്സിൽ അവന് മാത്രമേ നഷ്ടമുണ്ടാകൂ. അവനത് വേണം. ജോബിനെതിരെ എന്ത് ചെയ്യാനാ? അതൊക്കെയുണ്ട് ആൽവിൻ, നീ നോക്കിക്കോ. ആർട്സ് നടക്കില്ല. നടക്കുന്നത് പ്രാർത്ഥനയാണ്, ബലിയാണ്. ബലി നടന്നാൽ എൻ്റെ ആഗ്രഹം നടക്കുമോ? ആൽവിൻ ചോദിച്ചു. നടന്നിരിക്കും. നീ ആഗ്രഹിക്കുന്നത് നടന്നിരിക്കും. പക്ഷേ നടന്നാൽ എനിക്കെന്ത് കിട്ടും? നിനക്കെന്താ വേണ്ടത്? പറയട്ടെ. പറയേ. ആൽവിൻ അവളെ നോക്കി. ഒരു മോതിരം. അതാണോ? അത് ഞാൻ വാങ്ങിത്തരാം. വാങ്ങിത്തരുന്ന മോതിരമല്ല. പിന്നെ? നീ കാതറിൻ്റെ കയ്യിലെ മോതിരം കണ്ടിട്ടുണ്ടോ? അതെനിക്ക് വേണം. കാതറിൻ്റെ മോതിരം എന്തിനാ നിനക്ക്? ആൽവിൻ ചോദിച്ചു. അത് അവളുടേതല്ലേ. കാതറീനെ എന്തിനാ നിനക്ക്? അവൾ നഥാൻ്റെ അല്ലേ? എലീന തിരിച്ചു ചോദിച്ചു. അതൊരു മോഹം. അതുപോലെ ഇതും ഒരു മോഹം, എലീന പറഞ്ഞു. എനിക്ക് വേറൊന്നും വേണ്ട, ആ മോതിരം മാത്രം മതി. ഓക്കെ, ആ മോതിരം നിന്റെ ഈ കയ്യിൽ ഞാൻ ഇട്ടു തന്നിരിക്കും, പോരെ? താങ്ക്സ് ആൽവിൻ. എലീന ആൽവിനെ കെട്ടിപ്പിടിച്ചു. ഈ ഹഗ് മാത്രമേ ഉള്ളോ? അവൻ ചോദിച്ചു. എലീന അവനെ നോക്കി ചിരിച്ചു. ദൂരെ നിന്ന് ഇതെല്ലാം ലക്കി കാണുന്നുണ്ടെന്ന് ആൽവിൻ അറിഞ്ഞില്ല. ലക്കി കോളേജിലേക്ക് നടന്നു. ജോബിൻ. കുട്ടികളോട് സംസാരിച്ച് നിൽക്കുന്ന ജോബിനെ ലക്കി വിളിച്ചു. പ്രോഗ്രാം ഇങ്ങനെ ചാർട്ട് ചെയ്താൽ മതി, ഓക്കെ? ഞാനിപ്പോൾ വരാം. കുട്ടികളോട് പറഞ്ഞ് ജോബിൻ ലക്കിയുടെ അടുത്തേക്ക് പോയി. എന്താ സാർ? ജോബിൻ ഒരു കാര്യം പറയാൻ നഥാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ സാർ? ആർട്സ് അല്ലേ, കോളേജും പരിസരവും പിന്നെ പള്ളിയുമൊക്കെ വൃത്തിയാക്കണം. കൂട്ടുകാരെ കൂടെ കൂട്ടിക്കോ, ഞങ്ങളുമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. അവൻ ജോബിനോട് രഹസ്യമായി പറഞ്ഞു. ഓക്കെ സാർ, നാളെ മുതൽ ഞങ്ങൾ ഇറങ്ങാം വൃത്തിയാക്കാൻ. ഓക്കെ, പിന്നെ താൻ സൂക്ഷിക്കണം, ലക്കി പറഞ്ഞു. അറിയാം സാർ, ഞാൻ സൂക്ഷിച്ചോളാം. ജാനറ്റ് വന്നില്ലേ? ലക്കി ചോദിച്ചു. ഇല്ല, ഇന്ന് അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് വീട്ടിൽ. പിന്നെ കാതറിൻ മാഡം കുറെ കണക്കൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു അവൾ. ആ, എന്നാൽ നീ പോയിക്കോ. ലക്കി തിരിഞ്ഞു നടന്നു. കോളേജിന്റെ മുന്നിലെത്തിയപ്പോൾ ലക്കി ആൽവിൻ എലീനയ്ക്കൊപ്പം വരുന്നത് കണ്ടു. അളിയ, നീ എന്താ ഇവിടെ? ആൽവിൻ ചോദിച്ചു. നീ എന്താ ഇവിടെ? ലക്കി തിരിച്ചു ചോദിച്ചു. ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയപ്പോൾ എലീനെ കണ്ടു, അപ്പോൾ സംസാരിക്കാമെന്ന് കരുതി. അങ്ങനെ. നീ എന്താ ഇവിടെ? ഞാൻ ജോബിനെ കാണാൻ വന്നതാ. അതെന്തിന്? ആർട്സ് അല്ലേ, അപ്പോൾ ചുമ്മാ, ലക്കി പറഞ്ഞു. എന്നാ ഞാൻ പോവാ, അവൻ പറഞ്ഞു.
ഈയിടെയായി ജോബിനായി ലക്കിയും നഥാനും കൂട്ടുകൂടുതലാണ്. അത് നമുക്ക് നല്ലതല്ല, എലീന പറഞ്ഞു. ജോബിന് ഇവിടുത്തെ സാത്താൻ സേവയ്ക്കെതിരാണ്. ആൽവിൻ മൂളി. കാതറിൻ നഥാനൊപ്പം എലീന കൊടുത്ത ഫയൽ നോക്കുകയായിരുന്നു. ഇതിൽ ചിലരുടെയൊന്നും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അല്ലല്ലോ കാതറിൻ, അവൻ പറഞ്ഞു. അവൾ മൂളി. എന്തായി, ചെക്ക് ചെയ്തോ? ലക്കി ചോദിച്ചു. യെസ്, പലരുടെയും ക്വാളിഫിക്കേഷൻ പോരാ. പിന്നെ നിയമനം പകുതിയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെയാണ്. ലക്കി, നീ എലീനെ വിളിക്കാം. പക്ഷേ ഞാനിന്ന് ജോബിനെ കാണാൻ പോകുന്ന വഴി ആൽവിനെയും എലീനയും കണ്ടു. മോനെ, അവനെ നമ്മൾ ചങ്ങലക്കിടേണ്ട സമയമായി. എന്താ? നഥാൻ ചോദിച്ചു. അവന്റെ പോക്ക് ശരിയല്ല, അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ എലീനെ വിളിക്കട്ടെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലക്കി വിളിച്ചതനുസരിച്ച് എലീന അവിടേക്ക് വന്നു. ഒപ്പം ആൽവിനും. എന്താ സാർ? എലീന, കോളേജിലെ സ്റ്റാഫിനെല്ലാം ഇന്റർവ്യൂ ചെയ്യുന്ന ബോർഡിൽ ആരൊക്കെയുണ്ട്? ഞാനും രജിസ്ട്രാറും പിന്നെ 2 സീനിയർ അധ്യാപകരും. ഓക്കെ, എന്നിട്ടിതിലെ ക്വാളിഫിക്കേഷനൊന്നും കംപ്ലീറ്റ് അല്ലല്ലോ. യോഗ്യതയില്ലാത്തവരെ നിയമിക്കുന്നത് തെറ്റല്ലേ? അത് സാർ, ഇന്റർവ്യൂവിൽ അവരൊക്കെ നന്നായി പെർഫോമൻസ് ചെയ്തതുകൊണ്ട്. എങ്കിൽ പിന്നെ എന്തിനാ ക്വാളിഫിക്കേഷൻ? എലീന ഒന്നും പറഞ്ഞില്ല. നാളെ തന്നെ ഇവരെയൊക്കെ പിരിച്ചുവിട്ട് വേറെ ആൾക്കാരെ നിയമിക്കുവാനുള്ള പരസ്യം നൽകണം. സാർ, അത് പിന്നെ അവരെ എങ്ങനെ? എനിക്കൊന്നും കേൾക്കണ്ട, അവരെയൊക്കെ പിരിച്ചുവിട്ടേ പറ്റൂ, നഥാൻ പറഞ്ഞു. എലീന ഒരു സപ്പോർട്ടിനു വേണ്ടി ആൽവിനെ നോക്കി. എടാ, ഇത്രയും കാലം പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ. കുട്ടികൾ പഠിക്കുന്നുമുണ്ട്, പിന്നെന്താ? നീ ഇതിൽ ഇടപെടണ്ട, നഥാൻ ആൽവിനെ നോക്കി. എലീന, കോളേജ് എന്റേതാ. സോ തന്നെ പിരിച്ചുവിടാൻ പോലും എനിക്ക് അധികാരമുണ്ട്. അതിന് നിൽക്കാതെ താൻ ഇവരെയെല്ലാം ഒഴിവാക്കിയേക്ക്. ഓക്കെ സാർ. എലീന നഥാൻ നീട്ടിയ പേപ്പേഴ്സ് എല്ലാം വാങ്ങിച്ചു. താൻ പോയിക്കോ, നഥാൻ പറഞ്ഞു. എലീന ആൽവിനെ ഒന്ന് നോക്കി പുറത്തേക്ക് പോയി. ഇതിനൊക്കെ ഇത്ര ഓവറായി റിയാക്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? ആൽവിൻ ചോദിച്ചു. അതെന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. ലക്കി ആൽവിനെ നോക്കി. നീ എന്തിനാ ഇതിലൊക്കെ ഓവറായി റിയാക്ട് ചെയ്യുന്നത്? കോളേജ് നഥാന്റെയാണ്. അവിടെ നടന്ന നിയമനത്തെക്കുറിച്ച് അവൻ ബന്ധപ്പെട്ടവരോട് ചോദിക്കുമ്പോൾ നീ എന്തിനാ അതിൽ ഇടപെടുന്നത്? ലക്കിയുടെ ചോദ്യത്തിന് ആൽവിന് മറുപടിയില്ലായിരുന്നു. അവൻ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയി. നഥാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കാതറിൻ വന്ന് അവനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. നഥാൻ അവളെ തിരിഞ്ഞു നോക്കി. എന്താ? അവൻ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. അങ്ങനെയൊന്നും ഇല്ലാതെ കുട്ടി വരില്ലല്ലോ. അങ്ങനെയൊന്നുമില്ലാതെ കുട്ടി വരില്ലല്ലോ. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. ഓഹോ. നഥാൻ അവൾക്ക് നേരെ നടന്നു. കാതറിൻ പിന്നോട്ടും. എത്ര വരെ നീ പോകും? അവൾ നിന്നു. നഥാൻ കാതറിന്റെ കൈ പിടിച്ച് വലിച്ചടിപ്പിച്ചു. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. ആൽവിൻ നോക്കുമ്പോൾ ലക്കി നല്ല ഉറക്കമായിരുന്നു. അവൻ പതിയെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് റൂമിന് പുറത്തേക്ക് പോയി. നഥാന്റെ റൂം എത്തിയപ്പോൾ ആൽവിൻ ഒന്ന് നിന്ന് വാതിലിലേക്ക് നോക്കി. എന്നിട്ട് മെയിൻ ഡോർ തുറന്ന് ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കി നടന്നു. എലീന വാതിൽ തുറന്നപ്പോൾ ആൽവിൻ അകത്തേക്ക് കയറി. താനിപ്പോഴും സങ്കടത്തിലാണോ? ആൽവിൻ ചോദിച്ചു. ആൽവിനെങ്കിലും ചോദിച്ചല്ലോ. എനിക്കറിയില്ല നാളെ എങ്ങനെ അവരെ പറഞ്ഞയക്കുമെന്ന്. ഇങ്ങനെ ഒരു പണി തരാനാണ് നഥാൻ അതെല്ലാം വാങ്ങിക്കൊണ്ടു പോയതെന്ന് എനിക്കറിയില്ലായിരുന്നു. നഥാൻ ഒഴിവാക്കാൻ പറഞ്ഞതെല്ലാം നമ്മുടെ ആൾക്കാരാണ് ആൽവിൻ. അതെങ്ങനെ നമ്മുടെ ആൾക്കാരാണെന്ന് അവന് മനസ്സിലായത്? അറിയില്ല. ഒന്നില്ലെങ്കിൽ അതാ ജോബിന്റെ പണിയാകാം. അവൻ നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കാണും. അവനൊരു പണി കൊടുക്കണമല്ലോ. അത് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, എന്റെ സങ്കടം മാറ്റാനാണോ വന്നേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ. ആൽവിൻ അവളെ നോക്കി ചിരിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞ് ആൽവിൻ ബംഗ്ലാവിൽ ചെന്ന് തന്റെ റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ അവനെ കാത്ത് ലക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. നീ എവിടെ പോയതാ? ലക്കി ആൽവിനെ നോക്കി. ഞാൻ വെറുതെ ഉറക്കം വന്നില്ല, അതുകൊണ്ട് പുറത്ത് നടക്കുമായിരുന്നു. ആൽവി, നീ എന്നോട് കള്ളം പറഞ്ഞു നിൽക്കണ്ട. നീ എലീനയുടെ റൂമിലായിരുന്നു അല്ലേ? അറിയാമെങ്കിൽ അത് നീ ചോദിക്കണോ? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ലക്കി അവനെ നോക്കി. എന്തുദ്ദേശം? എടാ, നീയും എലീനയും തമ്മിൽ എന്താ ബന്ധം? നീ ഇത്ര നാൾ കണ്ട പെണ്ണുങ്ങളെ പോലെ അല്ല അവള്. അവൾ എല്ലാ പെണ്ണുങ്ങളെയും പോലെ തന്നെയാ. അതെന്തായാലും നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഞങ്ങൾ പ്രണയത്തിലാണ്. എന്തേ,
ഞാൻ വിശ്വസിക്കില്ല, ലക്കി പറഞ്ഞു. പെട്ടെന്ന് ഒരു ഡേ കാതറിനെ മുന്നിൽ നിർത്തി ഇതെന്റെ കാമുകിയാണെന്ന് പറഞ്ഞ നഥാനെ നിനക്ക് വിശ്വസിക്കാമെങ്കിൽ ഇതും വിശ്വസിക്കാം. നിനക്കെന്താ എലീനയോട് ഇത്ര ദേഷ്യം? അവൾ ആള് ശരിയല്ല, അതുകൊണ്ട് തന്നെ. അവൾ ആള് ശരിയല്ല എന്ന് പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ അടുത്ത്? ആൽവിൻ ചോദിച്ചു. എടാ, അവൾ സാത്താനെ ആരാധിക്കുന്നവളാണ്, ലക്കി പറഞ്ഞത് കേട്ടപ്പോൾ ആൽവിൻ ലക്കിക്ക് നേരെ തിരിഞ്ഞു. നിനക്കെങ്ങനെ അറിയാമത്? നീ കണ്ടോ അവൾ സാത്താനെ ആരാധിക്കുന്നത്? ഇല്ല, ലക്കി പറഞ്ഞു. പിന്നെ എന്തിന്റെ പേരിലാണ് നീ ഇതൊക്കെ പറയുന്നത്? പിന്നെ ഒന്നുകൂടി, ആരെ ആരാധിക്കണമെന്നൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യമാണ്. ഞാൻ ആരോട് കൂട്ടുകൂടണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എലീനയോടുള്ള നിന്റെ കൂട്ട് ഏതൻ ഗാർഡന് പുറത്തു മതി. നാളെ തന്നെ നീ പോയിക്കൊള്ളണം, ലക്കി പറഞ്ഞു. അത് ഞാൻ തീരുമാനിക്കും. ഏതൻ ഗാർഡൻ ലക്കിയുടെ അല്ല, നഥാന്റെയാണ്. ഇനി അവൻ എന്നോട് പോവാൻ പറഞ്ഞാലും എനിക്ക് ഇവിടെയല്ല കയറാൻ പറ്റാത്തതുള്ളൂ. ഇതിന് പുറത്ത് ലോകമുണ്ടല്ലോ. എലീനയ്ക്ക് പുറത്തു വരാമല്ലോ. ആൽവിൻ, നീ... എടാ, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എലീനയോട് സൗഹൃദം വെക്കുന്നത് കൊണ്ട് നിനക്കെന്താ പ്രശ്നം? നിന്റെ പെങ്ങളൊന്നുമല്ലല്ലോ അവൾ. എനിക്ക് ഉറക്കം വരുന്നു. അവൻ കട്ടിലിൽ കയറിക്കിടന്നു. ലക്കി എന്ത് ചെയ്യണമെന്നറിയാതെ ഹാളിൽ പോയി സോഫയിലിരുന്നു. കാതറിൻ തട്ടി വിളിച്ചപ്പോഴാണ് ലക്കി കണ്ണു തുറന്നത്. ഇന്നലെ ഇവിടെയായിരുന്നു കിടന്നത്? അവൾ ആംഗ്യം കാണിച്ചു. നഥാൻ എഴുന്നേറ്റോ? അവൾ മൂളി. ആൽവിനോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. നീ എന്താടാ ഇവിടെ കിടന്നുറങ്ങിയത്? നഥാൻ അവിടേക്ക് വന്നു. ഇന്നലെ ആൽവിനോട് കയർത്ത് സംസാരിച്ചത് ലക്കി അവരോട് പറഞ്ഞു. അവനെ ഇവിടുന്ന് പറഞ്ഞയച്ചാലോ? ലക്കി ചോദിച്ചു. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുക. അത് കേട്ടപ്പോൾ കാതറിൻ നഥാന്റെ കൈ പിടിച്ച് വേണ്ടെന്ന് തലയാട്ടി. എന്തേ? അവൻ ചോദിച്ചു. അവൾ ആംഗ്യം കാണിച്ചത് നഥാനും ലക്കിക്കും മനസ്സിലായില്ല. അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. പിന്നാലെ അവരും. അവൾ മാർക്കർ എടുത്ത് ക്യാൻവാസിൽ എഴുതി. ആൽവിനെ പറഞ്ഞയച്ചാൽ അവൻ എലീനയോട് കൂടുതൽ അടുക്കുകയുള്ളൂ. അത് നഥാൻ ഏതനാണെന്ന് എലീനയ്ക്ക് മനസ്സിലാകാനുള്ള വഴിയാകും. ഇവിടെയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ കാണും, പുറത്താണെങ്കിൽ... അവൾ എഴുതി കഴിഞ്ഞ് അവരെ തിരിഞ്ഞു നോക്കി. ശരിയാ, പക്ഷേ... നഥാൻ കാതറിനെ നോക്കി. എന്തായാലും ഡിറ്റക്റ്റീവ് പറഞ്ഞതല്ലേ, എന്തെങ്കിലും ഇല്ലാതെ അവൾ പറയില്ലല്ലോ. അവൻ ഇവിടെ തന്നെ നിന്നോട്ടെ, ലക്കി പറഞ്ഞു. ശരി ലക്കി, ഇന്ന് നമുക്ക് സേവനവാരം തുടങ്ങാനുള്ളതാ. 2 ദിവസം കഴിഞ്ഞാൽ ആർട്സാണ്. ഞാൻ ആ ജോബിനെ ഒന്ന് വിളിക്കട്ടെ. നഥാൻ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി. എലീന കോളേജിന് പുറത്തിറങ്ങിയപ്പോൾ കുട്ടികൾ കോളേജിന് ചുറ്റും വൃത്തിയാക്കുകയായിരുന്നു. എലീന അവിടെയെല്ലാം ജോബിനെ നോക്കി. ജോബിനോടെ? അവൾ ഒരു കുട്ടിയോട് ചോദിച്ചു. ജോബിൻ പള്ളിയുടെ അടുത്തുണ്ട്. എലീന പള്ളിയുടെ അടുത്തേക്ക് നടന്നപ്പോഴാണ് ആൽവിൻ വരുന്നത് കണ്ടത്. എലീന, താൻ നഥാനെയും ലക്കിയും കണ്ടോ? ഇല്ല, ഇന്ന് ക്ലീനിംഗ് ഡേ അല്ലേ, പള്ളിയുടെ അടുത്ത് കാണും. എലീന നടന്നു, കൂടെ ആൽവിനും. ഇന്നലെ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ ലക്കി ഉണർന്നിരുന്നു. എന്നിട്ട്? നടത്തം നിർത്തി എലീന ആൽവിനെ നോക്കി. ചോദ്യം ചെയ്യലായിരുന്നു. എവിടെ പോയതാ, എലീനയുമായി എന്താ ബന്ധം, ലാസ്റ്റ് എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു. പോവാനോ? ആൽവിൻ ഇവിടുന്ന് പോവാനോ? പോകണ്ടേ? ആൽവിൻ ചോദിച്ചു. അവൾ വേണ്ടെന്ന് തലയാട്ടി. ഞാൻ പോയാൽ? അതിന് എലീന മറുപടി ഒന്നും പറഞ്ഞില്ല. ആൽവിൻ എലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. നീ വരുന്നതിന് മുൻപ് ഞാൻ ജീവിച്ചിരുന്നു. നീ പോയാലും മരണം വരെ എനിക്ക് ജീവിച്ചേ ഒക്കൂ. ഞാൻ പോകുന്നില്ല. ആൽവിൻ അവളെ നോക്കി ചിരിച്ചു. വാ. ആൽവിൻ നടന്നു, എലീനയും. ഇപ്പോൾ ലക്കിക്ക് മുന്നിൽ നമ്മൾ പരസ്പരം പ്രണയിക്കുന്നവരാണ്. എന്താ നിന്നോടുള്ള ബന്ധമെന്ന് ചോദിച്ചപ്പോൾ നാവിന് മുൻപിൽ വന്നതാ. സാരമില്ല, അതങ്ങനെ തന്നെ നിന്നോട്ടെ. എലീന ചിരിച്ചു. അവർ ഒരുമിച്ച് പള്ളിയുടെ അടുത്തേക്ക് നടന്നു. പള്ളിക്ക് പുറത്ത് കുറച്ച് കുട്ടികൾ കാട് വെട്ടിത്തെളിക്കുകയായിരുന്നു. ജോബിനോടെ? എലീന ആരോടെന്നില്ലാതെ ചോദിച്ചു. പള്ളിയുടെ അകത്തുണ്ട് മാം, ഒരു കുട്ടി പറഞ്ഞു. പള്ളിയുടെ അകത്തോ? അവർ പള്ളിയിലേക്ക് നടന്നു. പള്ളിക്ക് മുൻപിൽ എത്തിയപ്പോഴാണ് കുറെ ചവറുകളെടുത്ത് ജോബിൻ വരുന്നത് എലീനയും ആൽവിനും കണ്ടത്. ജോബിൻ, ആരോട് ചോദിച്ചടാ പള്ളിയുടെ അകം വൃത്തിയാക്കുന്നത്? എലീന അവനോട് ചൂടായി. മാഡത്തിന് ഈ പള്ളിയിൽ അവകാശമില്ലല്ലോ, അവകാശപ്പെട്ടവരാണ് പറഞ്ഞത്. ജോബിൻ, ഇവിടെ വന്നവരുടെ ധൈര്യത്തിലാണ് നീ എനിക്കെതിരെ നിൽക്കുന്നതെങ്കിൽ നീ ഇതിന് കണക്ക് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞോളാം മാഡം. എലീന. ജോബിൻ ചവറ് പുറത്തു കൊണ്ടു ചെന്നിട്ടു.
പള്ളി ദൈവാരാധന നടത്താനുള്ളതാണ്, അല്ലാതെ നിങ്ങളെ കഴപ്പ് തീർക്കാനുള്ള സ്ഥലമല്ല. എടാ! ആൽവിൻ ജോബിന്റെ ഷർട്ടിൽ പിടിച്ചു. നീ പറഞ്ഞ് എവിടേക്കാടാ പോകുന്നത്? ആൽവിൻ! നഥാൻ അവിടേക്ക് വന്നു. അവനെ വിട്. ആൽവിൻ ജോബിന്റെ ഷർട്ടിൽ നിന്നും പിടിവിട്ടു. നീ പോ ജോബിൻ. നഥാൻ ജോബിനെ നോക്കി. ജോബിൻ അകത്തേക്ക് പോയി. എന്താടാ, നീ എന്തിനാ അവന്റെ ഷർട്ടിൽ പിടിച്ചത്? അവൻ എലീനയോട് മോശമായി സംസാരിച്ചതുകൊണ്ട്. അതിനവനെ തല്ലാൻ നിൽക്കുകയാണോ വേണ്ടത്? നഥ, അതിൽ ആൽവിനെ കുറ്റം പറയാൻ പറ്റുമോ? കാമുകിയെ പറഞ്ഞാൽ കാമുകൻ ചോദിക്കണം. ലക്കി എവിടേക്ക് വന്നു. സർ, പള്ളിയുടെ അകം എന്തിനാ വൃത്തിയാക്കുന്നത്? ഈ പള്ളിയിൽ പ്രാർത്ഥനയൊന്നുമില്ലല്ലോ. പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ വൃത്തിയാക്കാൻ പാടൂ എന്നുണ്ടോ മാഡം എലീന? നഥാൻ ചോദിച്ചു. എന്റെ സ്ഥലം, എന്റെ മണ്ണ്. വൃത്തിയാക്കണമോ വേണ്ടയോ എന്നത് എന്റെ തീരുമാനം. പുറത്തുനിന്ന് അഭിപ്രായം എടുക്കുമ്പോൾ ഞാൻ ചോദിക്കാം. എലീനയെ ഒന്ന് നോക്കി നഥാനും ലക്കിയും പള്ളിയുടെ അകത്തേക്ക് ചെന്നു. ലക്കി, അതൊന്ന് മാറ്റിയെടുക്ക്, നഥാൻ പറഞ്ഞു. ലക്കിയും ജോബിനും കൂടി അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചുകൾ മാറ്റിയിട്ടു. എലീന നഥാനെ തന്നെ നോക്കി നിന്ന് എന്തോ ഉരുവിട്ട് തുടങ്ങി. ആൽവിൻ എലീനയെ നോക്കി, നഥാനെയും. അവനൊന്നും മനസ്സിലായില്ല. പേപ്പർ അടുക്കി വെച്ചിരുന്ന കാതറിൻ ചുറ്റും നോക്കി. എലീന നഥാന്റെ അടുത്തുള്ള അലമാര നോക്കി പ്രാർത്ഥിച്ചു തുടങ്ങി. എലീന മന്ത്രങ്ങൾ ഉരുവിട്ട് കണ്ണുകൾ അടച്ചതും അലമാര പതിയെ ഇളകി തുടങ്ങി. കാതറിൻ പേപ്പറുകൾ വലിച്ചെറിഞ്ഞ് ഓടിവന്ന് നഥാനെ തള്ളിമാറ്റിയതും അലമാര കാതറിന്റെ പാദത്തിന്റെ മേലേക്ക് വീണു. കാതറിൻ ഉറക്കെ കരഞ്ഞു. എലീന കണ്ണുകൾ തുറന്നു. കാതറിൻ! നഥാൻ അവളുടെ അടുത്തേക്ക് വന്നു. ലക്കിയും ജോബിനും ഓടി വന്നു. അവർ അലമാര എടുത്തു മാറ്റി. കാലിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാറ്റാഞ്ഞു വീശി. എന്താ ഇത്? ലക്കി ചുറ്റും നോക്കി. കാതറിൻ! നഥാൻ പാടുപെട്ട് അവളുടെ അടുത്തിരുന്നു. കാതറിൻ വേദനയിലും തന്റെ മോതിരവിരൽ നീട്ടിയതും കാറ്റ് അടങ്ങി നിന്നു. കാതറിൻ! അവൻ അവളുടെ കാലിൽ തൊട്ടതും അവൾ കരഞ്ഞു. നഥാൻ കാതറിനെ എടുത്തു. ചോര നിൽക്കുന്നില്ല. ഹോസ്പിറ്റലിൽ പോകണം. ലക്കി വേഗം പുറത്തേക്ക് പോയി. പിന്നാലെ ജോബിനും. ആൽവിൻ ഒന്നും മനസ്സിലാകാതെ എലീനയെ നോക്കി. എന്താ ആൽവിൻ? ആ അലമാര വീഴ്ത്തിയത് നീയല്ലേ? ഞാനോ? ഞാൻ നിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നില്ലേ? നീ പ്രാർത്ഥിച്ചു, അത് ഞാൻ കണ്ടു. പ്രാർത്ഥിച്ചു. ഇപ്പൊ മനസ്സിലായോ എന്റെ ദൈവത്തിന്റെ ശക്തി? അവന് പ്രിയപ്പെട്ടവരെ അവൻ വേണ്ടെന്ന് വെക്കില്ല. നീ നിന്റെ ദൈവത്തെ പ്രാർത്ഥിച്ച് ഇതുപോലെ നടക്കുമോ എന്ന് നോക്ക്. നമ്മുടെ ദൈവം ഒന്നല്ലേ ഇപ്പോൾ? അവൻ ചിരിച്ചു. ഡോക്ടർ എന്തു പറഞ്ഞു? വൈകിട്ടോടെ തിരിച്ച് ബംഗ്ലാവിലെത്തിയ നഥാനോട് ജോബിൻ ചോദിച്ചു. പൊട്ടലുണ്ട് ചെറുതായിട്ട്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. എനിക്ക് വരേണ്ടതാ. എന്തിനാ നീ എന്നെ തള്ളിമാറ്റിയത്? നഥാൻ കാതറിനെ നോക്കി. ഒരു ചിരിയായിരുന്നു മറുപടി. മരുന്നൊക്കെ ഇതിലുണ്ട്. ലക്കി ഒരു കവർ മേശയിൽ വെച്ചു. ഡിറ്റക്റ്റീവിന് ഇനി വിശ്രമമാകാം. അവൻ കാതറിനെ നോക്കി ചിരിച്ചു. അന്നേരമാണ് ജോബിന് ഫോൺ വന്നത്. ഹലോ അമ്മച്ചി. എന്താ? എന്തൊക്കെയാ അമ്മച്ചി പറയുന്നേ? ആ ശരി. ജോബിൻ ഫോൺ കട്ട് ചെയ്തു. എന്താ ജോബിൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നഥാൻ അവനെ നോക്കി. സർ, വൈകിട്ട് പള്ളിയിൽ പോയ ജാനറ്റ് തിരിച്ചെത്തിയിട്ടില്ലെന്ന്. അപ്പച്ചൻ പള്ളിയിൽ പോയപ്പോൾ ജാനറ്റ് വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. അവളെവിടെ പോയി? ലക്കി ചോദിച്ചു. ഞാൻ വീട്ടിൽ പോവാ. ഞാനും ഉണ്ട്. നഥ, ഞാൻ ജോബിന്റെ കൂടെ പോവാ. ലക്കി ജോബിനൊപ്പം ചെന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്നേ, നഥാൻ പറഞ്ഞു. ലക്കി കാറിൽ കയറി. ഒപ്പം ജോബിനും. കാറ് പോകുന്നത് കണ്ടാണ് ആൽവിൻ അവിടേക്ക് വന്നത്. അവരെങ്ങോട്ടാ? ജോബിന്റെ അനിയത്തി ജാനറ്റിനെ കാണാനില്ലെന്ന് കോൾ വന്നു. അതിനവൻ പോയാൽ പോരെ? ലക്കി എന്തിനാ പോയത്? അതോ, ലക്കിക്ക് ജാനറ്റിനെ ഭയങ്കര ഇഷ്ടമാ, അപ്പോ അവൻ പോവണ്ടേ? നഥാൻ ആൽവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. നഥാൻ തന്നെ കളിയാക്കിയതാണെന്ന് ആൽവിന് മനസ്സിലായി. എടാ, കാതറിന് എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ന് പറഞ്ഞു. പൊട്ടലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നഥാൻ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. പിന്നാലെ ആൽവിനും. നീ ടെൻഷൻ ആവാതെ ജോബിൻ. ജാനറ്റ് ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി കാണും. ഇല്ല സാർ, അവൾ അങ്ങനൊരു കുട്ടിയല്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പറയും, അല്ലാതെ എത്ര നിർബന്ധിച്ചാലും അവൾ കൂട്ടുകാരുടെ വീട്ടിൽ കയറില്ല. നീ പേടിക്കണ്ട, നമ്മൾ എത്തുമ്പോൾ അവൾ വീട്ടിൽ കാണും, ലക്കി പറഞ്ഞു. സാർ, വലത്തോട്ട്. ജോബിൻ പറഞ്ഞ വഴിയെ ലക്കി കാറ് തിരിച്ചു. വീടിന്റെ മുൻപിൽ കാറ് നിർത്തിയപ്പോൾ ജോബിൻ ഡോറ് തുറന്നിറങ്ങി. 2-3 പേര് വീടിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മോനെ ജോബി, മോളെ കാണാനില്ലടാ. ജോബിന്റെ അമ്മച്ചി കരഞ്ഞുകൊണ്ടുവന്നു.
മോനെ, അപ്പച്ചൻ പള്ളിയിൽ പോയി. അച്ഛൻ പറഞ്ഞു അവൾ വീട്ടിലേക്ക് പോയെന്ന്. വരുന്ന വഴി കൂട്ടുകാരികളുടെ വീട്ടിലും കയറി. അവിടെ ഒന്നും ചെന്നിട്ടില്ല മോനെ. അപ്പച്ചന് പേടിയാകുന്നു. ജോബിൻ, നേരം കളയണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, ലക്കി പറഞ്ഞു. ആ സാർ. അപ്പച്ച, ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് വരാം. അപ്പച്ചനും വന്നോട്ടെ. പോകാം. ലക്കി കാറിൽ കയറി. ജോബിനും പിന്നാലെ ജോബിന്റെ അപ്പച്ചനും. ഹലോ നഥ. കോൾ വന്നത് ലക്കി അറ്റൻഡ് ചെയ്തു. എന്തായടാ? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ, കംപ്ലൈന്റ് ചെയ്യാൻ. അതല്ലേ നല്ലത്? അതെ, അവിടെ പോയി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ഞാൻ ആ അഡ്വക്കേറ്റിനെ വിളിച്ച് പറയാം. ഓക്കെടാ, ഞാൻ വിളിക്കാം, ഡ്രൈവിങ്ങിലാ. ഓക്കെ. നഥാൻ ഫോൺ കട്ട് ചെയ്ത് ക്യാദറിനെ നോക്കി. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. ആ കുട്ടിയെ കിട്ടിയാൽ മതിയായിരുന്നു. നിന്നെപ്പോലെ സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയല്ലേ അവൾ. നഥാൻ ക്യാദറിനെ മുടിയിൽ തലോടി. വേദനയുണ്ടോ ഇപ്പോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. ദൈവം ആ കുട്ടിയെ രക്ഷിക്കും, അവൾ ആംഗ്യം കാണിച്ചു. രക്ഷിക്കും, നഥാൻ പറഞ്ഞു. ഇരിക്കൂ, SI അവരെ നോക്കി പറഞ്ഞു. എന്താ കംപ്ലൈന്റ്? സാർ, എൻ്റെ മോള് പള്ളിയിൽ പോയതാ വൈകിട്ട്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയാ. പള്ളിയിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നെന്ന് പറഞ്ഞു. കുട്ടി എവിടെ പോയെന്നറിയില്ല. കൂട്ടുകാരുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചോ? അന്വേഷിച്ചു സാർ, അവിടെ ഒന്നും പോയിട്ടില്ല, ജോബിൻ പറഞ്ഞു. താനാ കുട്ടിയുടെ ആരാ? SI ചോദിച്ചു. ഞാൻ അവളുടെ ഏട്ടനാണ്. ഇതോ? SI ലക്കിയെ നോക്കി. എൻ്റെ സാറാണ്, ജോബിൻ പറഞ്ഞു. ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്, ഞാൻ അന്വേഷിക്കാം. ശരി സാർ. ജോബിൻ കംപ്ലൈന്റ് എഴുതി ഏൽപ്പിച്ചു. സാർ ഒന്ന് വേഗം കണ്ടെത്തണേ. സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയാ. അതൊക്കെ എങ്ങനെ അന്വേഷിക്കണമെന്ന് എനിക്കറിയാം, SI പറഞ്ഞു. ഇവിടെ ഇത് മാത്രമല്ല കേസുള്ളത്. ഇനിയിപ്പോ ഈ പെണ്ണ് വല്ല പ്രേമത്തിൽ കുടുങ്ങി ഒളിച്ചോടിയതാണെങ്കിലോ? ഇവിടെ വേറെ കേസൊക്കെ ഉണ്ടാകും, പക്ഷേ സാർ ഇത് വേഗം അന്വേഷിക്ക്. ഒരു പെൺകുട്ടിയെ കാണാതെ ആയതാ, ലക്കി പറഞ്ഞു. അവൾ സാറ് പറഞ്ഞ പോലെ ഒരു കുട്ടിയല്ല. അങ്ങനെയുള്ള മുൻവിധികൾ സാറ് മാറ്റിവെച്ചേക്ക്. പോലീസിനോട് കയർക്കുന്നോടാ? SI എഴുന്നേറ്റു. കയർത്തതൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. വാ ജോബിൻ. ലക്കി പുറത്തേക്ക് നടന്നു. പോലീസ് സ്റ്റേഷന് പുറത്തെത്തിയപ്പോൾ ലക്കി ജോബിനെ നോക്കി. ഇയാൾ അന്വേഷിക്കുവോ? ലക്കി സംശയത്തോടെ ചോദിച്ചു. അന്വേഷിക്കുമെന്ന് വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റൂ, ജോബിന്റെ അപ്പച്ചൻ പറഞ്ഞു. എന്നാലും എൻ്റെ മോള്... അപ്പച്ചൻ കരയാതെ. ജാനറ്റിനൊന്നും പറ്റില്ല. എൻ്റെ അങ്കിൾ SP ആണ്, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ലക്കി ഫോൺ എടുത്ത് അങ്കിളിനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്താ സാർ പറഞ്ഞേ? ജോബിൻ ചോദിച്ചു. അങ്കിൾ വിളിച്ചു പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോകാം. ജോബിനെയും അപ്പച്ചനെയും വീട്ടിൽ വിട്ട് ലക്കി ബംഗ്ലാവിലെത്തി. എന്തായടാ? നഥാൻ ചോദിച്ചു. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ എൻ്റെ അങ്കിളിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ലക്കി. എന്ത് സംശയം? എലീന ആർട്സ് തടയാൻ എന്തും ചെയ്യും. ഇത് അതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായില്ല. ജോബിൻ യൂണിയൻ ചെയർമാനാണ്. ജാനറ്റിനെ തന്നെ കാണാതെയാകണമെങ്കിൽ ഇത് ആർട്സ് തടയാനുള്ള വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ജോബിനെയല്ലേ തട്ടിക്കൊണ്ടുപോകേണ്ടത്, ജാനറ്റിനെ എന്തിനാ? ഇനിയാണ് യഥാർത്ഥ കളി. എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. രാത്രി നഥാനും ലക്കിയും ബംഗ്ലാവിന്റെ പൂമുഖത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. അന്നേരമാണ് ഒരു ബൈക്ക് വന്ന് നിന്നത്. അതിൽ നിന്ന് 2 പേരിറങ്ങി. സർ, അവർ നഥാന്റെ അടുത്തേക്ക് വന്നു. എന്താ അജിത്? സർ, ജോബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.